ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് ഞാനിവിടുന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിടാൻ വന്നതാണേ. എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻറ്റ് നേരത്തെ കയറി ഹാജരായിക്കണേ. ജനലൊക്കെ തുറന്നിടാനൊക്കെ സഹായിക്കണുണ്ട് ആൾ. ഞാൻ എല്ലാ ദിവസവും റൂമിൻ്റെയും ഹാളിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ ജനലെങ്കിലും ഒന്ന് തുറന്നിടും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറൊക്കെ ഒന്ന് ഉള്ളിൽ കയറിക്കോട്ടെ, ഉള്ളിലില്ലാത്തതൊക്കെ ഒന്ന് പുറത്തേക്കും പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് സമയം ഒന്ന് തുറന്നിടലുണ്ട്. അപ്പോൾ പുറത്തു കൂടെ പോണ പോലെയൊക്കെ നോക്കി എണ്ണയൊക്കെ എടുത്ത് ജനുമോൻ അവിടെ നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ആരും ചോദിക്കണ്ട, ഞാൻ തരൂല. വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ. എനിക്ക് വലിയൊരു ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ പിന്നെ 2-3-4 തിരുമ്പലൊക്കെ തിരുമ്പിയപ്പോൾ അത് കുറച്ചുകൂടി കുറഞ്ഞ് നിൽക്കണം കേട്ടോ. എന്തായാലും കുറയും, പക്ഷേ എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാനോ വാങ്ങി പറ്റിക്കപ്പെട്ടു, നിങ്ങളായും വാങ്ങി പറ്റിക്കപ്പെടാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് കൊടുക്കാത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബെഡ്ഷീറ്റ് വിരിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വെല്ലേ കിച്ചണിക്ക് പോട്ടെ കേട്ടോ. അവിടെ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ടേ. ചായയുടെയൊക്കെ കഴിഞ്ഞ് വെല്ലം ഇങ്ങോട്ട് ഇറങ്ങിയതേനു. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഇന്ന് ഞാൻ കുറച്ച് സോയ ചങ്ക്സ് ഉണ്ടായിന്. അപ്പോൾ അത് ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. ചിക്കൻ മസാല ചേർത്തത് ഞാൻ വീഡിയോയിൽ നിന്ന് കട്ടായി പോയി തോന്നുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഞാൻ മിക്സ് ചെയ്ത് കുറേ സമയം വെക്കണമെന്നില്ല, അപ്പോൾ തന്നെ വേഗം ആയിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണേ. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കാൻ വണ്ടി പോയിട്ട് ഒരു കറിവേപ്പിലയും പറിച്ചാണ് നിൽക്കണം കേട്ടോ. ഞാനൊരു ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കും. അതിൽ കറിവേപ്പില ചേർത്തെടുത്തിട്ട് നമ്മൾ ഈ സോയ ചങ്ക്സ് ഇടാൻ കേട്ടോ. നമ്മൾ ഒരുപാട് ഓയിലിൽ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഓയിൽ മൊത്തം കുടിച്ച് ഇപ്പം ആകെ അങ്ങോട്ട് വശവനാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇത്തിരി ഓയിലിൽ സാവധാനം ഫ്രൈ ആക്കി എടുക്കാണ്ട് ചെയ്യുക. ഇന്ന് ചെറുതായിട്ട് വെയിലൊക്കെ ഒന്ന് കണ്ടപ്പോൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ സോയ ചങ്ക്സ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. എന്നിട്ട് ഞാനിത് തീ ഓഫാക്കി വെക്കും. അപ്പോഴേക്കും വന്നിട്ടും ഉണ്ടാവും കേട്ടോ. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ബോട്ടിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. രണ്ടാളും രാവിലെ ടൈം ടേബിൾ എടുത്തേക്കുന്നു. ഇന്ന് തൊട്ട് നീയക്കുട്ടിക്ക് സ്കൂളിൽ ബുക്കുകളൊക്കെ കൊണ്ടു ചെല്ലേണ്ട ദിവസമാണ് കേട്ടോ. ഇതുവരെ റഫ് ബുക്ക് മാത്രം കൊണ്ടുപോയാൽ മതി. ഒരാഴ്ച മുമ്പുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇന്നലെ രണ്ടാളും വിരുന്ന് പോയിട്ടുണ്ടേനെ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വോട്ട് അതിനൊന്ന്, അപ്പോൾ വോട്ടിന് മൂത്തച്ചി വന്നപ്പോൾ അജു മൂത്തച്ചി താത്താനൊപ്പം പോയി. പിന്നെ ഇളച്ചൻ്റെ വീട്ടിലേക്ക് നിയമോളും വിരുന്ന് പോയി. അങ്ങനെ ഇന്നലെ രണ്ടാളും വിരുന്ന് പോയതിന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് വേഗം ടൈം ടേബിൾ എടുത്തേക്കുന്ന ഒക്കെ പണികളാണ്. അങ്ങനെ പോലെ നീയക്കുട്ടീൻ്റെ ബുക്കിൽ പേരെഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാണ് ഞാനവിടെ കുറച്ച് നേരം ഇരുന്നത്. പേരെഴുതാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേരൊക്കെ എഴുതി കൊടുത്ത് പിന്നെ ഞാൻ ഇതാ ഇന്നലെ കിട്ടിയ പുഴമീനാണ് കേട്ടോ. ഇന്നലെ അത്യാവശ്യം കുറച്ചൊക്കെ പുഴമീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 2 ദിവസത്തിന് ഫ്രൈ ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നമ്മൾ കൂട്ടാനൊക്കെ ഒന്ന് ആക്കി കൊടുത്തു. നീ കുട്ടിക്ക് ഇന്ന് കൂട്ടാൻ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചാക്കി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതുപോലെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കലില്ല, വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി. അപ്പോൾ പിന്നെ സ്കൂളിൽ ഒരു കറി ഉണ്ടാവും, പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാവും. പിന്നെ ഇപ്പം ഇത് വെറുതെ ഒരു കൊണ്ടുപോക്കാണ്, ഓരോ ഇഷ്ടത്തിനൊന്ന് കൊണ്ടുപോകുക എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ വാട്ടർ ബോട്ടിലിനെ കുറിച്ച് ഇങ്ങനെ ഓരോ വീഡിയോയിലും ചോദിക്കലുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഈ വാട്ടർ ബോട്ടിൽ? ഞാൻ ഈ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് 1.5 കൊല്ലത്തിലേറെ ആയിക്കും. അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ ഇത് 6 സെറ്റ് ചെയ്യാനോട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മീഷോന്ന്. ഇതുവരെ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ നമ്മളെ സവനപ്പിൻ്റെ കുപ്പിയൊന്നും പോലെ ഒരൊറ്റ യൂസിന് പറ്റണതല്ല. നമുക്ക് ചൂടുള്ള വെള്ളം വേണമെങ്കിൽ ആക്കാം, അങ്ങനെയൊക്കെ പറ്റണ നല്ല അടിപൊളി കുപ്പിയാണ് കേട്ടോ. ഈ കുപ്പി ഞാൻ പറയില്ലേ 2 ബല് സ്കൂൾ കൊണ്ടുപോകണം കേട്ടോ. അത് 1 ലിറ്ററിൻ്റെയാണ്. ചെറിയ കുട്ടികൾക്കൊന്നും ഇത്ര വേണ്ട, പക്ഷേ അജുവിനൊക്കെ ഇതിനൊരു കുപ്പി നിറച്ച് വേണം കേട്ടോ. ഒരു മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും വേണം, അത്ര നിറച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണം അവന്. അപ്പോൾ എനിക്ക് രണ്ടാക്കും ഞാൻ വെള്ളമൊക്കെ ആക്കി കൊടുത്തു. ഈ കുപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളി.
ഞാൻ എങ്ങോട്ടെങ്കിലും പുറത്ത് പോകുന്ന സമയത്താണെങ്കിലും അതേമാതിരി ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഓരോരോ ബോട്ടിലുകൾ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ സിനിമോനൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് മഞ്ചേരിക്കൊക്കെ പോകുമ്പോൾ ഈ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോകലുണ്ട് കേട്ടോ. ബാഗിലൊന്നും പോകലില്ല. അങ്ങനെ ഓൽക്ക് മാത്രം കൂട്ടാൻ പോരല്ലോ, എനിക്കും കൂട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ട് സിനിമ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനെ കുറച്ച് ഫ്രൈ ചെയ്തത് എടുത്തു. ഇനി ഓൻ എവിടെ പോയിരിക്കണമെന്നോ, ഓൻ്റെ ഫേവറേറ്റ് സ്പേസാണ് കേട്ടോ എൻ്റെതും. ഞങ്ങൾ ഇടയ്ക്ക് അവിടെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ അതാ ഈ ഫസ്റ്റ് സ്റ്റെപ്പും ഇരുന്നിട്ടാണ് ഓന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് സാവധാനത്തിൽ ഓൻ ആസ്വദിച്ച് കഴിക്കൂട്ടോ. ഇന്ന് നല്ല വെയിലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതാ വെയിലൊക്കെ ചെറുതായിട്ട് വന്നിക്കണ്. ഇനി എനിക്കൊരു പണിയുണ്ട്, ഒരുപാട് അലക്കിയതൊക്കെ ഉണ്ടാവും അകത്ത് കൂടെ നിറച്ച്, അതൊക്കെ ഒന്ന് വെയിലത്ത് കൂടെ ഒന്ന് ഇടണം. ഒരു വെയിലുണ്ടാകും ഇടും. പിന്നെ ഞാനിതാ വെയിൽ ഒറിജിനലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വല്ല ഇവിടെ വന്നിട്ട് മലമ്പക്ക് ഇങ്ങനെ ഒന്ന് നോക്കിട്ടോ. അവിടെ നല്ല തെളിവാണെങ്കിൽ ഓക്കെ ഇന്ന് വെയിലാണ് എന്ന് ഉറപ്പിച്ചാൽ. അവിടെ വലിയൊരു തെളിവൊന്നുമില്ല, പക്ഷെ എന്നാൽ 50-50 ചാൻസ് ആണ് കിട്ടുന്നത്. ചിലപ്പോൾ കുറച്ച് സമയം വെയിൽ വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മാത്രം ഒന്ന് വേഗം വെയിലുണ്ടപ്പോൾ ഒരു സമാധാനക്കേടാണല്ലോ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ. ആ ഒരു സമാധാനക്കേടിന് ഇട്ടിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഇനി മീനൊന്ന് നന്നാക്കി എടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കളെയൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടേനി, അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വന്നിക്കണ്. ഇവിടെ ഒരാൾ ഇരുന്നിട്ട് മീൻ കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ രോദനാണ് കേട്ടോ ഈ തീർത്തുകൊണ്ടിരിക്കണത്. അപ്പോൾ പണീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം കേട്ടോ, വെയിൽ തന്നെയാണോ മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മീൻ മസാല വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മസാല വരട്ടി വെക്കും, ഇന്നൊക്കെ ആവശ്യമുള്ളത് ഇന്ന് പൊരിക്കും, ബാക്കിയുണ്ടെങ്കിൽ നാളെയും പൊരിക്കും. അങ്ങനെയായിട്ട് ചെയ്യുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും വിനാഗിരിയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഞാനൊന്ന് മസാല വരട്ടി വെക്കുകയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണ ഇവിടെ കുഞ്ഞുട്ടിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടെടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്നിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല, വേഗം പൊടികൾ മാത്രം ഇട്ടിട്ടൊന്ന് മസാല വരട്ടി വെച്ചിരിക്കണം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പം എനിക്ക് പൊയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് കേട്ടോ പുറത്തേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ അന്ന് ചോറും വെച്ചിട്ടില്ല, അപ്പോൾ വേഗം ഒന്ന് ചോറും വെക്കട്ടെ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചോറ് വെക്കൽ റൈസ് കുക്കറിലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു വെട്ടം വെളിച്ചൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നിലക്കെ നനഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ പുറത്തടുപ്പ് കത്തി കിട്ടാൻ പ്രയാസീകാരം. പിന്നെ ഇപ്പോൾ ഇതൊരു ഈസി വേർഷൻ കണ്ടുപിടിച്ചുകൊണ്ട് ഇരുമ്പോൾ തന്നെ ഇങ്ങോട്ട് കൂടിയിരിക്കണം കേട്ടോ. ഇത് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് രണ്ട് തള തളിച്ച് കണ്ട് ഞാൻ വലിയ അതിൽ ഇറക്കി വെക്കും. റേഷൻ അരി ആയതുകൊണ്ട് ഒരു 15 മിനിറ്റ് ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് പൊന്തിച്ച് വെക്കും, എന്നിട്ടായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കും. അങ്ങനെയാണ് ചെയ്യൽ. ഞാൻ കറക്റ്റ് ടൈമിംഗ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും റൈസ് കുക്കർ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടതിൻ്റെ ശേഷം ഇന്ന് കുറച്ച് പരിപ്പ് ഉണ്ടായിന്, വെറും പരിപ്പ് കുത്തി കാച്ചി കണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ മീൻ ഫ്രൈ ആക്കാനുമില്ലേ, അപ്പോൾ അത് രണ്ടും മതി എന്ന് വിചാരിച്ച് അപ്പോൾ പരിപ്പ് ഞാനൊന്ന് കഴുകിയെടുത്തുക്കണം കേട്ടോ. ഇതിലേക്ക് തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുക്കും. അപ്പം അത് ഞാൻ ഗ്യാസും പാടെ വെച്ചിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറിനുള്ളതൊന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റോ അത്രയും ഇല്ല, ചിലപ്പോൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കും. പിന്നെ ഞാൻ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു പാന് എവിടെ നിന്നാണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത് കേട്ടോ. ഇത് ഇൻഡസ്വാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ്, അടിക്കൊന്നും പിടിക്കാത്ത, നല്ല കട്ടിങ് നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് കുക്കിംഗ് ഒക്കെ കഴിയുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതും പിന്നെ വേറൊരു പാനും കൂടിയാണ്, പാനല്ല വേറൊരു എന്താണ് പറയുക, കിട്ടി കടായിയും അതിനൊരു അടുപ്പും പിന്നെ ഈ ഒരു പാത്രം കൂടി, അങ്ങനെ ഇൻഡസ്വാലിൻ്റെ ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടത്. അപ്പോൾ ബുഷ്റ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ലിങ്ക് വേണ്ടല്ലോ താഴെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങളെ ക്ലീനിങ്ങും തൊടിയും മടിയും കുളിയും എല്ലാതും കഴിഞ്ഞു. ഇനി ഞാനും സിനിമോനും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആദ്യത്തെ 1-2 വായൊക്കെയാണ് ആൾ നല്ല കുട്ടിയായിട്ട് കഴിക്കുക കേട്ടോ. പിന്നെ ആളെ മൂഡിനനുസരിച്ചിട്ടിരിക്കും.
പിന്നെ മീനാണ് കേട്ടോ അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ നിങ്ങൾ വാരി തരുന്ന വേണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ അയക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ ആൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ചെറിയ ഉരുളകളാക്കിയൊന്നും കൊടുത്തപ്പോൾ ആൾക്കത് പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വാരി തിന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളൊറ്റയ്ക്ക് ചോറൊക്കെ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വാരി തിന്നുമ്പോൾ എനിക്ക് റിസ്ക്കാണ്, എനിക്ക് വീണ്ടും ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ പഠിക്കുക നല്ലതായതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊക്കെയാണ് സമ്മതിച്ചു കൊടുക്കും കേട്ടോ. പക്ഷെ ചിലപ്പോൾ എനിക്ക് പണിയും തരും. ഇപ്പോൾ മൂക്കിനുള്ളിൽ കൊടുക്കണം, ചിലപ്പോൾ കണ്ണിനൊക്കെ കൊടുത്തു കണ്ടേ ഞാൻ ആകെ ഇങ്ങോട്ട് ഇടങ്ങേറാവും. പിന്നെ കമൻസിൽ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് റെസ്റ്റ് ഒന്നും ഇല്ല താത്ത, നിങ്ങൾ ഏതേലും പണിയെടുക്കുന്നതാണല്ലോ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത് കേട്ടോ. ഓരോ ദിവസം ഓരോ മാതിരിയാണ്. ചില ദിവസം കുറേ റെസ്റ്റിംഗ് ടൈം കിട്ടും, ചില ദിവസം വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ചിലപ്പോൾ തീരെ റെസ്റ്റിംഗ് ടൈം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്കിപ്പോൾ അങ്ങനെ തീരെ റെസ്റ്റ് എടുത്തില്ല എന്നുള്ളൊരു ഭയങ്കരമായൊരു ഇതൊന്നും ഉണ്ടാവലില്ല. കാരണം എൻ്റെ ഇഷ്ടപ്പെട്ട ജോലിക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ ഒഴിവാക്കുന്നത്. കാരണം ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ചില ദിവസം കിട്ടൂല. ഇന്ന് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഞാനും സനിമോനും കൂടി ഒരു 1.5 ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. പിന്നെ മക്കൾ സ്കൂളിട്ട് വന്നിട്ടാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം ഇവിടെ വന്നിട്ടൊന്ന് ഒരു മന്ദപ്പിലുണ്ടല്ലോ ഒരു ഇരുത്തം, ആ ഇരുത്തം ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ആരെ ബാക്കിയോ ഒന്നേ ആ ആ ആ ആ അത് വേണ്ട അർക്ക്. അപ്പം നേരെ വൈകി നീച്ചുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ ചായക്കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മറ്റേ ഒല ഇതുണ്ടല്ലോ ആ ഫ്രൈ ചെയ്യുന്ന സാധനം ഇന്നലെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. പക്ഷെ ഇന്നലെ രണ്ടാളും ഇരുന്ന് ഇതുകൊണ്ട് ഇന്നലെ ഓലിത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് പാത്രത്തിലാക്കി മാറ്റി വെച്ചതേനി കേട്ടോ. അപ്പം ഇന്ന് 4 മണിക്ക് ഞാൻ ചായൻ്റെ ഒപ്പം അതാണ് കേട്ടോ എടുത്ത് ഇവൾക്ക് ചോറൊന്നും പറ്റൂല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിക്കാനുള്ളതുള്ളൂ, ഓൾക്ക് ചായൻ്റെ കൂടെ പോവുക കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്തെടുത്ത് ഓൾക്ക് ചായക്ക് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കയറ്റി എന്താ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് ചായ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സെനിക്കുട്ടൻ ആദ്യം ഓടി വന്നത് ഇത് വേറെ എന്തെങ്കിലും ചായയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓന് ഞാൻ ചായ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നത്. പക്ഷേ കപ്പൊക്കെ കണ്ടപ്പോഴേ അതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്തേ കാരം എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എനിക്ക് തന്ന ചായൻ്റെ അപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ. ഓന് ഇത് കാണുമ്പോൾ എന്തോ കാര്യത്തിനും വേണ്ടി കരഞ്ഞുകാണ്ട് ഇതാകണമെന്ന് വിചാരിക്കൂല നിങ്ങൾ. പക്ഷേ ഇത് കരയല്ല കേട്ടോ. ഇത് എൻ്റെ ഒരു തരം കൊഞ്ചൽ വേർഷനാണ് ഇട്ടത്. ഒരു യാതൊരു ഇർണക്കറിവൊക്കെ കാട്ടലാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.